പോക്കോയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പോക്കോ C3. ഈ ഫോൺ വരുന്നത് 7500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C3 എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ പറയേണ്ട കാര്യം, പോക്കോ C3 എന്ന ഫോൺ റെഡ്മി 9C എന്ന ഫോണിന്റെ റീബ്രാൻഡഡ് വെർഷൻ ആണ്. എക്സാക്ട് സെയിം അല്ല, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.53 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടില്ല. റെഡ്മി 9C എന്ന ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വന്നിരുന്നു, അത് ഈ ഫോണിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TOV റെയിലൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ള റീഡിംഗ് മോഡ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോണുകളിലും പ്ലാസ്റ്റിക് ബാക്ക് ബോഡി തന്നെയാണ് വരുന്നത്. പിന്നെ ഫോണിന്റെ ബാക്കിൽ 2-ടോൺ ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത്. ഫോണിന്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ P2i നാനോ കോട്ടിംഗ് വരുന്നുണ്ട്. അതായത് ഈ ഫോൺ സ്പ്ലാഷ് പ്രൂഫ് ആണ്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ ഫോൺ 3 കളർ വേരിയൻസിലാണ് വരുന്നത്. ആർട്ടിക് ബ്ലൂ, ലൈം ഗ്രീൻ, പിന്നെ മാറ്റ് ബ്ലാക്ക്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ mediatekന്റെ helio G35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 7500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഇത് 12nm പ്രോസസ്സറാണ്. ഇതിൽ Cortex A53യുടെ 8 കോറുകളാണ് വരുന്നത്. ഇതിന്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് വരുന്നത് 2.3 GHz ആണ്. പിന്നെ ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 3 GB റാം ആണ് വരുന്നത്. 4 GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 3 GB റാമിന്റെ കൂടെ 32 GB ഇന്റേണൽ ആണ് വരുന്നത്. 4 GB റാമിന്റെ കൂടെ 64 GB ഇന്റേണൽ വരുന്നുണ്ട്. LPDDR4Xന്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ സാധാരണ റെഡ്മിയുടെ ഫോണുകളിൽ കാണുന്ന MIUI സോഫ്റ്റ്വെയറിൽ കാണുന്നത് പോലെ പരസ്യങ്ങൾ ഈ ഫോണിൽ വരില്ല. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. 13 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAhന്റെ ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയേണ്ട കാര്യമല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണുകളിലും ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിന്റെ ചാർജറാണ് ഈ ഫോണിന്റെ കൂടെ വരുന്നത്. പിന്നെ ബാറ്ററി ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് ബെറ്റർ ബാറ്ററി 2.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിന്റെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 3 GB റാം വെർഷന്റെ വില വരുന്നത് 7499 രൂപയാണ്. 4 GB റാം വെർഷന്റെ വില വരുന്നത് 8999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴി ഒക്ടോബർ 16 മുതലാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് അനൗൺസ് ചെയ്തപ്പം ഇൻട്രോഡക്ടറി ഓഫർ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ 1-2 സെയിൽ കഴിയുമ്പം ചിലപ്പം ഈ ഫോണിന്റെ വില കൂടിയേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് പോക്കോ C3 വരുന്നത്. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമിയുടെ ഫോണാണ് റിയൽമി C11. ആ ഒരു ഫോണിന് പോക്കോ C3 നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.